സന്തോഷത്തോടെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ രേണു സുധി എന്ന ആ വ്യക്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരാളിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും ചോദിക്കുന്നത്. ആ രേണു സുധി എന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ഭയങ്കര ജാടയല്ലേ, ആൾ അങ്ങനെയല്ലേ, ആൾ ഒരുമാതിരിയല്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ആ വ്യക്തിയെ ഞാൻ കാണുന്നത്. ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കമന്റ് ഇടുമ്പോൾ ആ വ്യക്തി ആ ഒരു ക്യാരക്ടറാണെന്നാണ് വിചാരിച്ചത്. ആ വ്യക്തി അങ്ങനെയല്ല. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഭയങ്കര കമ്പനി, ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ആൽബത്തിൽ നിന്നൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഞാൻ പഠിച്ചൊരു പാഠമാണ്. കാരണം ഞാൻ ശരിക്കും ആ ചേച്ചിയുടെ പല വീഡിയോസും കാണാറുണ്ട്, ട്രോള് വീഡിയോ കാണാറുണ്ട്, ഇന്റർവ്യൂസ് കാണാറുള്ള ആളാണ്. അപ്പൊ അതിന്റെ താഴെ ഞാൻ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അതിന്റെ താഴെ ഞാൻ കമന്റ് ബോക്സിൽ കമന്റാണ് നോക്കുക. അപ്പൊ പല തരത്തിൽ ആ ചേച്ചി അങ്ങനെയുള്ള കേസാണ്, ഫോക്ക് കേസാണ്, അതുപോലെ തന്നെ രേണു സുധിക്ക് ഒരു മാതിരിയാണ്, ക്യാരക്ടർ ശരിയല്ല, അവൾ പല ആൾക്കാരും അങ്ങനെ പല രീതിക്കുള്ള കമന്റുകൾ ഞാൻ കാണാറുണ്ട്. ഞാൻ ആ വീഡിയോ കാണുന്നൊപ്പം തന്നെ ആ കമന്റ് വായിക്കാറ് ചെയ്യാറ്. അപ്പൊ ഞാൻ വീഡിയോ ആ ചേച്ചി പറയുന്നത് കേൾക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ആ വീഡിയോസിൽ കമന്റുകൾ നോക്കിയിട്ട് ആ വ്യക്തിനെ വിലയിരുത്തുമായിരുന്നു. പക്ഷെ എനിക്ക് മൊത്തത്തിൽ ചേഞ്ച് പറഞ്ഞ് ആ ചേച്ചി അങ്ങനെയല്ല ഗൈസ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് രേണു സുധിയുടെ കൂടെ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയാണ് രേണു സുധിയെക്കുറിച്ച് എങ്ങനെയാണ് രേണു സുധിയുടെ ക്യാരക്ടർ എന്നുള്ള കാര്യമാണ് വീഡിയോയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല, നല്ല രീതിയിലാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. ഞാനൊക്കെ നേരത്തെ ഉള്ള സമയത്ത് ഇത് കണക്ക് വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ മൊത്തം രേണു സുധിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് എങ്ങനെയാണ് എന്നൊക്കെ കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഭിനയിച്ച സമയത്ത് ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡൊക്കെയാണോ, മോശമായിട്ടാണോ പെരുമാറിയെന്നൊക്കെ കുറേയധികം പേര് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു വ്യക്തി വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ചേച്ചി ഭയങ്കര പാവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ആൾക്കാർ ചുമ്മാ തെറ്റിദ്ധരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെയായിരുന്നു വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കുറേയധികം പേര് രേണു സുധിയെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചേച്ചി നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല, പാവമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പുള്ളിക്കാരൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളവരും നിങ്ങളാരും വിചാരിക്കരുത് ചേച്ചി ഭയങ്കര ദേഷ്യക്കാരിയാണ്, ഭയങ്കര അഹങ്കാരിയാണെന്ന് വിചാരിക്കുക. ചേച്ചി ഭയങ്കര പാവമാണ്, എൻ്റെ അടുത്ത് നല്ല രീതിയിലാണ് പെരുമാറിയെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.